അങ്ങനെ സംഭവം പൊളിയല്ലേ. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ആ അഭിമാനത്തോടെ ഇരിക്കുമ്പോഴാണ് മേയറിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ആ പോസ്റ്റിൽ ഇത് കേരള മോഡൽ ഭരണത്തിന് കിട്ടിയ അന്താരാഷ്ട്ര അംഗീകാരമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നി. എൻ്റെ പുരുകം അപ്പോഴാണ് ചുളിഞ്ഞത്. അപ്പോഴാണ് എന്തോ സംതിങ് ഫിഷി ഉണ്ടെന്നതിനകത്ത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നോക്കുമ്പോൾ സഖാക്കളൊക്കെ തലങ്ങും വിലങ്ങും പോസ്റ്റ് ഇട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്, തിമിർക്കുകയാണ്. എന്നാൽ പിന്നെ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വെബ്സൈറ്റിൽ കയറി ഇത് എന്താണെന്ന് പഠിച്ചു കളയാമെന്ന് ഞാൻ എന്ന് തന്നെ കരുതി. അങ്ങനെ സംഭവം അങ്ങനെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോഴാണ് കണ്ടത് നല്ല ഒന്നാം തരം ഉടായ്പ്. എന്താണ് ഉടായ്പ എന്നല്ലേ, ശരിക്കും നമ്മുടെ ആര്യ രാജേന്ദ്രന് അവാർഡ് കിട്ടിയോ, അല്ലെങ്കിൽ അത് കിട്ടിയത് അവാർഡ് തന്നെയാണോ, കിട്ടിയെങ്കിൽ എന്തിനാണ് ഈ അവാർഡ് കിട്ടിയത്, ഇതെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കുട്ടികളെ അണിനിരത്തി ഫുട്ബോൾ നിർമ്മാണവും ഗ്രീൻ ബജറ്റ് പ്രകാശനവും നടന്നു. 6000-ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച് 4 ലക്ഷം വിത്തുപന്തുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പരിപാടി. അവാർഡ് കിട്ടിയത് 6000 സ്കൂൾ കുട്ടികൾ 4 ലക്ഷം സീഡ് ബോൾ ഉണ്ടാക്കിയതിനാണ്. സീഡ് ബോൾ എന്ന് പറഞ്ഞാൽ വിത്ത് പന്തുകൾ. അപ്പോൾ ഇതിനെ അവാർഡ് എന്ന് വിളിക്കാൻ പറ്റില്ല.